ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി കൃത്യം ഒരാഴ്ചയോടടുക്കുമ്പോഴാണ് സുപ്രീം കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷ തള്ളണമെന്ന ശക്തമായ വാദവുമായി നാളെ സുപ്രീം കോടതിയിൽ എത്താനാണ് സർക്കാരിന്റെ തീരുമാനം. ഇത് ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന സർക്കാർ ഇതിനോടകം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി കഴിഞ്ഞു. സമൂഹത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന സിദ്ദിഖിനെ പോലെയുള്ള ഉന്നതർ നിയമത്തെ വെല്ലുവിളിക്കുകയാണെന്നും ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയിട്ടും ഉന്നതരുടെ തണലിൽ നിയമത്തെ അംഗീകരിക്കാൻ മടി കാണിച്ച് ഒളിച്ചിരിക്കുകയാണെന്നുമാണ് സിദ്ദിഖിനെതിരെയുള്ള സർക്കാരിന്റെ സത്യവാങ്മൂലം. എന്നാൽ സുപ്രീം കോടതിയിൽ സിദ്ദിഖിനെതിരെ പോരാടാൻ ഉറച്ചിരിക്കുന്ന സർക്കാരിന്റെ സ്വന്തം പോലീസ് ഒളിവിൽ പോയ സിദ്ദിഖിനെ കണ്ടുപിടിക്കാതെ ഈ ഒരാഴ്ച എന്ത് ചെയ്യുകയായിരുന്നുവെന്ന ചോദ്യമാണ് സാധാരണക്കാരന്റെ മനസ്സിൽ ഉയരുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുന്നത്. അതിജീവിതയുടെ പരാതി ലഭിച്ചതിന് പിന്നാലെ അന്വേഷണം ആരംഭിക്കുകയും സംഭവം നടന്ന തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലൂടെ തെളിവുകൾ ലഭിക്കുകയും ചെയ്തിട്ടും എന്തുകൊണ്ട് പോലീസ് പ്രതി ഒളിവിൽ പോകുന്നതിന് മുൻപ് വരെ അറസ്റ്റ് ചെയ്തില്ലെന്നതാണ് ഒന്നാമതായി പോലീസിനെതിരെ ഉയരുന്ന ചോദ്യം. ബലാത്സംഗ പരാതി നിലനിൽക്കുമെന്നും അറസ്റ്റ് ഉണ്ടാകുമെന്നും സിദ്ദിഖിന് ഉറപ്പാവുകയും അയാൾ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നത് കേരള പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു. ശേഷം മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൊവ്വാഴ്ച വിധി വരുമെന്ന് അറിഞ്ഞിട്ടും പ്രതി ഒളിവിൽ പോകാതിരിക്കാൻ പോലീസ് എന്ത് ചെയ്തുവെന്ന ചോദ്യത്തിനും മറുപടിയില്ല. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ അറസ്റ്റിന് നിയമപരമായ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഒരു ഘട്ടത്തിലും കോടതി പറഞ്ഞിട്ടുമില്ല. എന്നിട്ടും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി പ്രതി ഒളിവിൽ പോകുന്നതുവരെ പോലീസ് കണ്ണുമടച്ചിരുന്നു. സിദ്ദിഖിന് ഒളിവിൽ പോകാനുള്ള വഴിയൊരുക്കി കൊടുത്ത് ഒളിവിൽ പോയ ശേഷം അന്വേഷണം ആരംഭിക്കാനായി പോലീസ് കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ല. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ദിവസവും സിദ്ദിഖ് കൊച്ചിയിൽ ഉണ്ടായിരുന്നതായി രേഖകൾ പുറത്തു വന്നിരുന്നു. സുപ്രീം കോടതിയിൽ നൽകാനുള്ള രേഖകൾ സിദ്ദിഖ് ഹൈക്കോടതിക്ക് തൊട്ടടുത്തുള്ള നോട്ടറിയിൽ നേരിട്ടെത്തിയാണ് അറ്റസ്റ്റ് ചെയ്തെന്ന വിവരവും പുറത്തു വന്നിരുന്നു. കൊച്ചി നഗരം മുഴുവൻ പോലീസ് വണ്ടികൾ സിദ്ദിഖിനെ തിരിഞ്ഞ് ചീറിപ്പായുമ്പോൾ നഗരത്തിനുള്ളിൽ തന്നെ നടൻ സുഖമായി കഴിയുകയായിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് അടക്കം അന്വേഷണ സംഘം പുറപ്പെടുവിച്ചപ്പോഴും പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് സിദ്ദിഖ് ഉണ്ടായിരുന്നുവെന്നാണ് തെളിവുകൾ പറയുന്നത്. എന്നിട്ടും പോലീസ് പ്രതിയെ പിടികൂടിയില്ല. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ വിവരമൊന്നും ലഭിച്ചില്ലെന്നും നടന്റെ സുഹൃത്തുക്കളുടെ വീടുകൾ നിരീക്ഷണത്തിലാണെന്നും അറിയിച്ച് പോലീസ് പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിട്ടു. ഇതിനിടെ സ്വിച്ച് ഓഫ് ആയിരുന്ന സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ ഓൺ ആവുകയും വൈകാതെ വീണ്ടും സ്വിച്ച് ഓഫ് ആകുകയും ചെയ്തു. ഇതിൽ നിന്നൊന്നും ഒരു തുമ്പും കണ്ടെത്താൻ കേരള പോലീസിന് കഴിഞ്ഞില്ല. അതിജീവിതയുടെ പരാതിയിലും ഫേസ്ബുക്ക് പോസ്റ്റിലും പറഞ്ഞിരിക്കുന്നത് പോലെ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം നടന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായതെന്നും സംസ്ഥാന സർക്കാർ നാളെ സുപ്രീം കോടതിയെ അറിയിക്കുന്നുണ്ട്. പക്ഷെ കോടതിയിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന സർക്കാർ കേസ് അന്വേഷണത്തിൽ ആരുടെ ഒപ്പമായിരുന്നു എന്നത് ചോദ്യചിഹ്നമാണ്. കാരണം ഈ കേസിലെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടത് FIR ഇട്ടതിനു ശേഷമാണ്. അത് തടയാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. ചോദ്യം ചെയ്യാനോ തെളിവ് ഹാജരാക്കാനോ പ്രതിയോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടില്ല. പൊതുസമൂഹത്തിൽ ഇത്രയും സ്വാധീനമുള്ള പ്രതി സാക്ഷികളെ ഭയപ്പെടുത്തുകയോ സ്വാധീനിക്കുകയോ ചെയ്യുന്നത് തടയാൻ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതിനും പ്രതി ഒളിവിൽ പോകുന്നതിനും മുൻപ് വരെ പോലീസ് ഒന്നും ചെയ്തിരുന്നില്ല. മാത്രമല്ല കേസ് അന്വേഷണം നീതിപൂർവമല്ല എന്ന് പറയാൻ പരാതിക്കാരിക്ക് സ്വയം അഭിഭാഷകനെ വെച്ച് കോടതിയെ സമീപിക്കേണ്ട ദുരവസ്ഥ വരെ ഉണ്ടായി. അതിനുശേഷം സ്റ്റേറ്റ് പോലീസ് ചീഫിന് അവർ പരാതിയും നൽകി. കേസിൽ പോലീസിന് നേരെ ഉയർന്ന ചോദ്യങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല. ജാമ്യാപേക്ഷയിലെ വാദത്തിൽ പോലും അതിജീവിത പറയാത്ത കാര്യം അവർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നടത്തിയ രഹസ്യ വെളിപ്പെടുത്തലുകളും അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും എങ്ങനെ മീഡിയയ്ക്ക് ചോർത്തിക്കിട്ടിയെന്നതും പോലീസ് ഉത്തരം പറയേണ്ട ചോദ്യങ്ങളാണ്. ക്രിമിനൽ കേസ് അന്വേഷണത്തിൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ഗോൾഡൻ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തുകയും ഒരാഴ്ചയോളമായി ഒളിവിലിരിക്കുന്ന പ്രതിയെ പിടികൂടുകയും ചെയ്യാത്ത സർക്കാർ നാളെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഉൾപ്പെടെയുള്ളവരെ വെച്ച് സുപ്രീം കോടതിയിൽ ഘോരഘോരം വാദിക്കുന്നത് ജുഡീഷ്യറിക്ക് മുൻപിൽ മേനി നടിക്കുവാനും പൊതുജനത്തിന് മുൻപിൽ സ്വന്തം നില മെച്ചപ്പെടുത്തുവാനുമുള്ള നീക്കമായി മാത്രമേ വിലയിരുത്താനാകൂ. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.